അപ്പോൾ ആ സിനിമയിൽ ദിവ്യ ഉണ്ണി കല്യാണം കഴിക്കുന്ന ഒരു പോളച്ചൻ എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട പാവപ്പെട്ട മീൻസ് വളരെ നിഷ്കളങ്കനായ ഒരു കഥാപാത്രം അത് ദിലീപാണ് ചെയ്തത്. അത് വലിയൊരു ത്രൂ ഔട്ട് വേഷമൊന്നുമല്ല, പക്ഷെ നല്ലൊരു വേഷം ഭയങ്കര ഒരു എന്താ പറയുക പ്രേക്ഷകരുടെ സിമ്പതി പറ്റി പിടിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം ഇവർ തമ്മിൽ കോമ്പിനേഷൻ അധികം സീൻസ് ഒന്നും ഇല്ലെങ്കിലും ഉണ്ട്, ഇവർ ഒരുമിച്ച് ഫ്രെയിമിൽ വരുന്നൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ സിനിമ കണ്ടിട്ട് കുറച്ച് കാലമായി. എന്തായാലും വർണ്ണപ്പകിട്ടിലാണ് ഇവർ രണ്ടുപേരും നമ്മൾ ഒരുമിച്ച് ഒന്ന് ശരിക്കും സ്ക്രീനിൽ ആദ്യമായിട്ട് കണ്ടത്. പിന്നീട് നമുക്കറിയാം ദിലീപ് പഞ്ചാബി യൂസും ജോക്കറും ഡാർലിംഗും തെങ്കാശിപ്പട്ടണം പോലത്തെ സിനിമകളിലൂടെയൊക്കെ അദ്ദേഹം ഒരു മുൻനിര നായകനായിട്ട് മാറുന്നു. അപ്പുറത്ത് ലാലേട്ടൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് തന്നെ തിളങ്ങി നിൽക്കുന്നു. പിന്നെ അവർ രണ്ടുപേരെയും വീണ്ടും ഒന്നിപ്പിച്ചത് കമൽ ലോഹിദാസ് കൂട്ടുകെട്ടുള്ള സിനിമയായിരുന്നു ചക്രം. പക്ഷെ നമുക്കറിയാം ആ സിനിമ തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം 10 ദിവസം ഷൂട്ട് ചെയ്ത ശേഷം ആ സിനിമ ഷൂട്ടിംഗ് നിന്നു. ആ സിനിമ പിന്നെ ഡ്രോപ്പായി. അതേ കഥ പിന്നീട് ലോഹിദാസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജിനെയും നമ്മുടെ നൂലുണ്ട വിജീഷിനെയും വെച്ചിട്ടാണ് ആ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ നമുക്ക് ദിലീപ് മോഹൻലാലിനെ അന്ന് ഒരുമിച്ച് കാണാമായിരുന്നു, ശരിക്കും അന്ന് സംഭവിച്ചില്ല. പിന്നെയും ഈ പറഞ്ഞ പോലെ തന്നെ കാലം കടന്നുപോയി, കുറേ വർഷങ്ങൾ ഒരു വലിയൊരു ഇടവേള കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2020 എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു സിനിമയിൽ എല്ലാവരും ഉണ്ട്. പക്ഷെ 2020 ഒരു ചേട്ടനനിയൻ എന്ന് പറയുന്ന ആ ഒരു കോമ്പോ നമുക്കറിയാം. ദിലീപ് മോഹൻലാൽ ആ ഒരു കൂട്ടുകെട്ടിലെ നമ്മൾ ഇന്നും ഓർക്കുന്ന കുറേ രസകരമായിട്ട് സീനുകൾ, വളരെ കുറച്ച് സീൻസ് ഉള്ളെങ്കിലും നല്ലൊരു കെമിസ്ട്രി അവർ തമ്മിൽ വർക്കൗട്ട് ആയിട്ടുണ്ടാകും ആ സിനിമയും കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ അധികം ഇടവേള വന്നില്ല. 2011 ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതേപോലെ തന്നെ അവർ ഒരുമിച്ചു. അതിൽ ഈ പറഞ്ഞ പോലെ മോഹൻലാൽ, ജയറാം, ദിലീപ് ഇവർ 3 പേരും ഒരുമിച്ച്, എനിക്കൊണ്ട് ആ സിനിമയിൽ ത്രൂ ഔട്ട് 80% സീൻസിലും ഇവർ 3 പേരും ഒരുമിച്ചിട്ട് അതിൽ അത്യാവശ്യം നല്ല രസമായിട്ട് പ്രേക്ഷകർ എൻജോയ് ചെയ്താണ് അവരുടെ കോമഡിയും കാര്യങ്ങളൊക്കെ.